അപ്പൊ നമ്മൾ കുറെ നാളായിട്ട് കാത്തിരുന്ന നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. SSC CGL 2025. ഓക്കെ, 14,582 വേക്കൻസി ഇപ്പൊ അവര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതില് പക്ഷെ അത് ടെൻഡറ്റീവ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ 14,000 സംതിങ് പറഞ്ഞിരിക്കുന്നത് ടെൻഡറ്റീവ് ആണ്. അതിൽ കൂടാനേ ചാൻസ് ഉള്ളൂ. അത് കുറച്ച് കഴിയുമ്പോഴേ അവർ പറയത്തുള്ളൂ. സോ അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വേക്കൻസീസ് വന്നിട്ടുണ്ട്. CGL പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല ഒരു ചാൻസ് ആണ്. അപ്പൊ മാക്സിമം ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ തന്നെ നോക്കാം. അപ്പൊ ഇതില് ഒരു ചെറിയ കുഴപ്പമുള്ള എന്താന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോഴാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. എക്സാം വരുന്നത് ഓഗസ്റ്റിലാണ് കേട്ടോ. അപ്പൊ ഈ 2 മന്തിന്റെ ഒരു സമയം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതിന്റെ ഇടയ്ക്ക് ടോപ്പിക്സ് കവർ ചെയ്യണം, റിവൈസ് ചെയ്യണം, മോക്ക് എക്സാം എഴുതണം, എല്ലാം പ്രിപ്പയർ ചെയ്യാനായിട്ട് ഈ ഒരു 2 മാസത്തെ ടൈം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം തന്നെയാണ് CGL എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ വേക്കൻസീസ് എന്തൊക്കെയാ, നോട്ടിഫിക്കേഷനിൽ വരുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓരോന്നായിട്ടൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ ആദ്യം നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഡേറ്റും അതിന്റെ ബാക്കിയുള്ള ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. അപ്പൊ നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിഷൻ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് എന്താന്ന് വെച്ചാൽ 4/7/2025 ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഓക്കെ, ഇന്നലെ മുതലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 4/7/2025 ആണ്. അപ്പൊ അതില് ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കണ്ട, അപ്ലൈ ചെയ്യുന്നവര് ഉടനെ തന്നെ എല്ലാവരും അപ്ലൈ ചെയ്ത് തുടങ്ങാം. അതില് ദെൻ നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ റെസിപ്റ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള അവസാനത്തെ തീയതി 4/7/2025 ആണ്. അതിനകത്ത് നമുക്ക് ഫീസ് അടയ്ക്കാൻ പറ്റുന്ന ലാസ്റ്റ് തീയതി 5/7/2025 ആണ്. ഫീസും കൂടെ അടച്ചു കഴിഞ്ഞാലേ നമ്മുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് 4-ാം തീയതി വരെ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളെല്ലാം കൊടുത്ത് അപ്ലൈ ചെയ്യാം. ദെൻ ഫീസ് അടയ്ക്കാൻ പറ്റുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 5/7/2025 ആണ്. അത് കഴിഞ്ഞ് സപ്പോസ് മാക്സിമം മിസ്റ്റേക്ക് വരുത്താതെ തന്നെ അതിന്റെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനായിട്ട് നോക്കുക. മിസ്റ്റേക്ക് സപ്പോസ് എന്തെങ്കിലും ഒരു അബദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യാനായിട്ട് വീണ്ടും അവരൊരു 3 ദിവസം നമുക്ക് തരുന്നുണ്ട്. 9/7/2025 മുതൽ 11/7/2025 വരെയാണ് കറക്ഷൻ സമയം തരുന്നത്. ആകെ ആ 3 ദിവസം മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും അബദ്ധത്തിൽ നമ്മൾ ഒരു മിസ്റ്റേക്ക് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടുന്ന അവസരമാണ് ഈ 3 ദിവസം. പക്ഷെ കറക്ഷൻ എനിക്ക് തോന്നുന്നു പേയ്മെന്റ് ഉണ്ട്, എന്തോ ചെറിയൊരു ഫീസ് നമ്മൾ അടയ്ക്കണം. സോ മാക്സിമം അപ്ലൈ ചെയ്യുന്ന സമയത്ത് തെറ്റ് വരുത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ 2 ഡേറ്റ് 9/7/25 മുതൽ 11/7/25 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അതിനിടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് ആ ഒരു കറക്ഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇത് ഫീസ് എല്ലാം നമ്മൾ ഈ പറഞ്ഞ 5-ാം തീയതി തന്നെ അടയ്ക്കണം കേട്ടോ, എന്നാലേ കറക്ഷൻസ് എല്ലാം എടുക്കാൻ പറ്റുള്ളൂ. 5-ാം തീയതി വരെ ഫീസ് അടയ്ക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം കറക്ഷൻ ചെയ്യാം. ടെൻഡറ്റീവ് ആയിട്ട് നമ്മുടെ ടയർ 1ന്റെ എക്സാം വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ടയർ 2ന്റെ എക്സാം വരുന്നത് ഡിസംബർ ആയിരിക്കും. അപ്പൊ ഏകദേശം ഒരു എനിക്കൊന്ന് ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു റിസൾട്ട് വരുന്ന സമയമാവുമായിരിക്കും. ഫസ്റ്റ് ടയർ 1 നമ്മുടെ ആദ്യത്തെ കടമ്പ എന്ന് പറയുന്ന ടയർ 1 വരുന്നത് ഓഗസ്റ്റിലാണ്. അപ്പൊ അത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇനി ഒരു 2 മാസത്തെ സമയമേ ഉള്ളൂ. സോ പ്രിപ്പറേഷൻസ് അതിനനുസരിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ടയർ 2 വരുന്നത് ഡിസംബർ 2025 ആണ്. അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഏതാന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്മുടെ SSCയുടെ അവരുടെ ഡിപ്പാർട്ട്മെന്റ് സൈറ്റ് തന്നെയാണ്. അതിനകത്ത് കയറിയിട്ടാണ് നമ്മൾ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഇതാണ് ഡേറ്റ് വരുന്നത്. ഡേറ്റ് മറക്കണ്ട, 4-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ജൂലൈ 4 ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഫീസ് കൊടുക്കാനുള്ള ഫീസ് പേയ്മെന്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 5-ാം തീയതി. അത് കഴിഞ്ഞ് 9 മുതലാണ് കറക്ഷൻ ഡേറ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, ശരി. അടുത്ത ഇനി നമുക്ക് ഇതിന്റെ പോസ്റ്റ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. നമുക്കിപ്പോ വിളിച്ചിരിക്കുന്നത് ഗ്രൂപ്പ് ബിയും ഗ്രൂപ്പ് സിയും ആണ്. ഇതിനകത്ത് മെയിൻ ആയിട്ട് നമുക്കിപ്പോ പോസ്റ്റ് ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത്. അതിൽ എനിക്ക് തോന്നുന്നു ഗ്രൂപ്പ് ബിയുടെ പോസ്റ്റുകളുടെ എണ്ണമാണ് കൂടുതലായിട്ട് കൊടുത്തിരിക്കുന്നത്. കമ്പയർഡ് ടു സി, ബി ആണ് കുറച്ച് കൂടുതലായിട്ട് പോസ്റ്റുകൾ വന്നിരിക്കുന്നത്. നോർമലി നമുക്കുള്ള അതേ പോസ്റ്റുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ വരുന്നുണ്ട്, അതുപോലെ ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ് വരുന്നുണ്ട്. അതിന്റെ എല്ലാം ഏജ് ലിമിറ്റും കൂടെ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രൂപ്പ് ബിയുടെ ഏജ് ലിമിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ദെൻ ഗ്രൂപ്പ് സിയുടെയും ഓരോ ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷനകത്ത്. ദെൻ പിന്നെ നമ്മുടെ വരുന്നത് ഇൻസ്പെക്ടർ പോസ്റ്റ് വരുന്നുണ്ട്. അത് തന്നെ സെൻട്രൽ എക്സൈസിലും ഉണ്ട്, പ്രിവെന്റീവ് ഓഫീസർ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസറിന്റെ പോസ്റ്റ് വരുന്നുണ്ട്, സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് വരുന്നുണ്ട്, സെക്ഷൻ ഹെഡ് ആയിട്ട് പോസ്റ്റ് വരുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ഗ്രൂപ്പ് ബിക്ക് അകത്ത് വരുന്ന വേരിയസ് ടൈപ്പ് ഓഫ് പോസ്റ്റുകളാണ്. പിന്നെ ഇതിനകത്ത് ഒരു എക്സ്ട്രാ അഡീഷൻ എന്നോണം നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാല് ഒരു സൂപ്രണ്ടിന്റെ പോസ്റ്റ്, CBDT-യിലുള്ള സൂപ്രണ്ടിന്റെ ഒരു പോസ്റ്റ് പുതിയതായിട്ട് വിളിച്ചിട്ടുണ്ട്. ഓഫീസ് സൂപ്രണ്ടന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ്
ഇതിനകത്ത് നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മുടെ നോർമലി വരുന്ന അതേ പോസ്റ്റുകൾ തന്നെയാണ്. ഓക്കെ, നേരത്തെ നമ്മൾ കണ്ടത് നമ്മുടെ പേ ലെവൽ 6ന്റെ പോസ്റ്റുകളാണ് കണ്ടത് കേട്ടോ. ലെവൽ 7ന്റെ പോസ്റ്റുകളാണ് കണ്ടത്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ സൂപ്രണ്ട് പോസ്റ്റ് ഉണ്ടല്ലോ, OP സൂപ്രണ്ട് പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പേ ലെവൽ 6 വരുന്നതാണ്, ഗ്രൂപ്പ് ബിയിൽ വരുന്ന പോസ്റ്റ് ആണ്. അപ്പൊ അത് ഓരോ പോസ്റ്റിനും അവർ അതിൻ്റെതായിട്ടുള്ള ഏജ് റിലാക്സേഷനും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. ദെൻ നമ്മുടെ പേ ലെവൽ 5 വരുന്നത് ഓഡിറ്ററും അക്കൗണ്ടന്റ് പോസ്റ്റും ആണ്. ഗ്രൂപ്പ് സിയിൽ വരുന്ന പോസ്റ്റുകളാണ് അതെല്ലാം. 18 to 27 ആണ് അവിടുത്തെ നമ്മുടെ ഏജിന്റെ കാര്യം വരുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് നമ്മുടെ പോസ്റ്റുകളുടെ കാര്യം വരുന്നത്. ഇനി അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് നമ്മുടെ ലെവൽ 4ന്റെ പോസ്റ്റ് ആണ്. ലെവൽ 4ൽ വരുന്നത് ഗ്രൂപ്പ് സി പോസ്റ്റുകൾ തന്നെയാണ്. പോസ്റ്റൽ അസിസ്റ്റന്റ് വരുന്നുണ്ട്, അതായത് നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ പോസ്റ്റുകളെല്ലാം അതിനകത്താ വരുന്നത്. പിന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോസ്റ്റ് വരുന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ഉണ്ട്, ടാക്സ് അസിസ്റ്റന്റ് ഉണ്ട്, ഇൻസ്പെക്ടർ, ആ പോസ്റ്റുകളെല്ലാം അതേപടി തന്നെ നമുക്ക് ഇത്തവണയും വിളിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മുടെ വേക്കൻസീസും റിസർവേഷനും കാര്യങ്ങളും എല്ലാം നമുക്ക് നോക്കാം. അപ്പൊ ഇതില് ഞാൻ നേരത്തെ പറഞ്ഞു, സ്റ്റാർട്ടിങ്ങിലേ ഞാൻ പറഞ്ഞു, നമ്മുടെ മെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്ന വേക്കൻസി 14,582 വേക്കൻസി ആണ്. അത് പക്ഷെ കൂടാനാണ് സാധ്യത കേട്ടോ. ഇത് അപ്രോക്സിമേറ്റ്ലി ആ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് ലിസ്റ്റ് ഇട്ട് വരുമ്പോഴത്തേക്കും ഇതിന് കൂടാൻ തന്നെയാണ് ചാൻസ്. അത്യാവശ്യം നല്ല വേക്കൻസി തന്നെ വരാൻ ചാൻസ് ഉണ്ട്. അതിനകത്ത് ഇപ്പൊ നമ്മള് എന്താ പറയാ, എക്സ് മിലിറ്ററി ആണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് സർവീസിന് ഗ്രൂപ്പ് സിയുടെ പോസ്റ്റുകൾ മാത്രം നോർമലി ഉള്ള പോലെ തന്നെ, പഴയ പോലെ തന്നെ ഗ്രൂപ്പ് സിയുടെ പോസ്റ്റുകൾ മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു നമ്മുടെ ആ ഏജ് ലിമിറ്റേഷൻസ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. നമുക്ക് 4 സ്കെയിലാണ് വിളിച്ചിരിക്കുന്നത്, 4, 5, 6, 7. അതില് ഓരോന്നിലുള്ള ഏജ് ലിമിറ്റേഷൻ എങ്ങനെയാണെന്നുള്ളത് കൂടി നോക്കാം. പേ ലെവൽ 4ലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അസിസ്റ്റന്റ്, സോർട്ടിംഗ് അസിസ്റ്റന്റ്, അതുപോലെ ഡിവിഷൻ ക്ലർക്ക്, സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, ആ പറയുന്ന തസ്തികകളിലെല്ലാം 18 to 27 വരെയാണ് ഒരു ഏജ് ലിമിറ്റ് വരുന്നത്. പേ ലെവൽ 5 ആണെങ്കിലും സെയിം 18 to 27 തന്നെയാണ് ഏജ് ലിമിറ്റ് വരിക. റിലാക്സേഷൻ വരുന്നുണ്ട്, ജനറൽ ആയിട്ടുള്ള ഏജ് ലിമിറ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പേ ലെവൽ 6 ആണെന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റ്, സെഷൻ ഓഫീസർ, റിസർച്ച് അസിസ്റ്റന്റ്, ആ വക ഓഫീസ് സൂപ്രണ്ട്, ആ വക പോസ്റ്റുകൾക്കെല്ലാം 18 to 30-നും ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ വരുമ്പോൾ 18 to 32 വരെയാണ് അതിന്റെ ഏജ് റിലാക്സേഷൻ വരുന്നത്. പിന്നെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ആകുമ്പോഴത്തേക്കും നമുക്ക് 20 to 30 ഇയേഴ്സും 18 to 30 ഇയേഴ്സും വരുന്നുണ്ട്. അത് പേ ലെവൽ 7ലാണ് വരുന്നത്. പിന്നെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റും അതുപോലെ നമ്മുടെ ഇൻകം ടാക്സിൽ വരുന്ന ഇൻസ്പെക്ടർ പോസ്റ്റും അതിന്റെയും ഏജിന്റെ കേസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കൊടുക്കുമ്പോൾ ഇതില് ഈ ഏജിന്റെ കേസ് പറയുമ്പോൾ അതിന്റെ വർഷം കൂടി പറഞ്ഞിരിക്കും കേട്ടോ. ഏതിന് മുന്നേ ആണ്, ഏത് വർഷം വരെ ആണ് ആ ഒരു ലിമിറ്റേഷൻ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. കാര്യം ഞാൻ പറഞ്ഞു, നമുക്ക് കറക്ഷൻ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് പിന്നെ ഈ പറഞ്ഞ ആ ഒരു 3 ഡേയ്സിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഒത്തിരി ആൾക്കാർ ഇതിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ സപ്പോസ് നമുക്ക് എന്തെങ്കിലും ഒരു കറക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിലും സൈറ്റ് അതിനനുസരിച്ച് നല്ല ബിസി ആയിരിക്കും. അതുകൊണ്ട് മാക്സിമം വളരെ ശ്രദ്ധിച്ചു വേണം ഓരോ കാര്യങ്ങളും നോക്കിയിട്ട് നിങ്ങൾ അത് അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും ഇവരിവിടെ കൊടുത്തിരിക്കുന്നത്. ഏജിന്റെ കാര്യം, ഏത് മുതൽ ഏത് വരെയാണ് നമ്മൾ ആ ഓരോ ഏജും ഓരോ പോസ്റ്റിലെ ഓരോ ഏജും കണക്കാക്കുന്നതെന്ന് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണം നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. ഓക്കെ, ഇനി ഏജ് റിലാക്സേഷനും വരുന്നുണ്ട്. നമ്മുടെ SC, ST, OBC, അതേപോലെ ഡിസബിലിറ്റി ഉള്ളവർക്ക്, എക്സ് സർവീസ്മെൻ, എല്ലാവർക്കും ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. അതിനനുസരിച്ച് അത് നമുക്ക് കൊടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ അത് കഴിഞ്ഞ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിലോട്ട് പോവാം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആസ് ഓഫ് 1/8/2025 ആ ഒരു ഡേറ്റ് വെച്ചിട്ടാണ് ക്വാളിഫിക്കേഷൻ അവർ പറയുന്നത്. അതില് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം വിത്ത് 60% ഇൻ മാത്തമാറ്റിക്സ്. 12ാം ക്ലാസ് നമ്മുടെ +2 ഉണ്ടല്ലോ, +2-ന് 60% മാത്സിലെ മാർക്കും വേണം. ഏതെങ്കിലും ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി പാസ് ആയിട്ടും ഉണ്ടായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഗ്രാജുവേഷനിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ആണല്ലോ, സോ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് രണ്ടുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊരു ഗ്രാജുവേഷൻ ഡിഗ്രി ഫ്രം എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് എക്കണോമിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മാത്സ് ഒരു കമ്പൽസറി എലക്റ്റീവ് ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അതിന് ബന്ധപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്സോ മാത്സോ അല്ലെങ്കിൽ എക്കണോമിക്സോ ഒരു കമ്പൽസറി എലക്റ്റീവ് ആയിട്ട് ഗ്രാജുവേഷനിൽ എടുത്താൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ വരുന്നത് നമ്മുടെ റിസർച്ച് അസിസ്റ്റന്റ് ആണ്. റിസർച്ച് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ് വേണ്ടത് വിത്ത് മിനിമം
1 ഇയർ റിസർച്ച് എക്സ്പീരിയൻസും കൂടി അവർ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ബാക്കിയുള്ള റിമൈനിങ് പോസ്റ്റുകളിലെല്ലാം, അതായത് നോർമലി എല്ലാവരും കൂടുതൽ അപ്ലൈ ചെയ്യുന്ന ബാക്കിയുള്ള എല്ലാ റിമൈനിങ് പോസ്റ്റുകൾക്ക് നമുക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ് അവർ ക്വാളിഫിക്കേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളതിൽ മാത്രമേ ആ എക്സ്ട്രാ ഓരോ കാര്യങ്ങൾ വരുന്നുള്ളൂ. അല്ലാത്തതിനെല്ലാം നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫീയുടെ കാര്യമാണ്. നോർമലി ഉള്ള പോലെ തന്നെ 100 രൂപയാണ് ഫീസ് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് വരുന്നത്. അതിനകത്ത് പിന്നെ ഇപ്പൊ വുമൺ കാൻഡിഡേറ്റ്സിനും പിന്നെ നമ്മുടെ ആ സ്പെഷ്യൽ കാറ്റഗറീസിനെല്ലാം ഫീസിന്റെ ആവശ്യമില്ല. നെറ്റ് ബാങ്കിങ്ങും കാര്യങ്ങളും വഴി തന്നെയാണ്. അതെല്ലാം സാധാരണ ഉള്ള പോലെ തന്നെ, വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അവസാനം അടയ്ക്കാനുള്ള ഡേറ്റ് വരുന്നത് 5-ാം തീയതിയാണ് കേട്ടോ. ജൂലൈ 5-നാണ് ലാസ്റ്റ് ഫീ പേയ്മെന്റിനുള്ള നിങ്ങളുടെ ഡേറ്റ് വരുന്നത്. കറക്ഷൻ ഡേറ്റ് ഞാൻ പറഞ്ഞു, 9-ാം തീയതി മുതൽ 11-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അതിന് എക്സ്ട്രാ ഒരു ഫീസ് അവർ പറയുന്നുണ്ട്. സോ അത് അതിനനുസരിച്ച് ആ പേയ്മെന്റ് കൂടെ ചെയ്താലേ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ഇത്രയാണ് അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷന്റെ കാര്യങ്ങൾ വരുന്നത്. കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ നോക്കി കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കി ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ ആ ഒരു കാര്യം സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫീസും കൂടി അടച്ചു കഴിഞ്ഞാൽ പിന്നെ തെറ്റ് വന്നാൽ നമുക്ക് കറക്ഷൻ ഈ പറഞ്ഞ ഡേറ്റിൽ മാത്രമേ സാധ്യമാവുള്ളൂ. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഈ പറഞ്ഞ കറക്ഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, ശരി. ഇനി നമ്മുടെ എക്സാമിന്റെ അകത്തേക്ക് പോവാം. എക്സാം നമുക്ക് 2 സ്റ്റേജ് ആയിട്ടാണ് വരുന്നത്. അതിനകത്ത് ഫസ്റ്റ് ടയറിൽ നോർമലി എല്ലാവർക്കും ഉള്ള പോലെ ക്വാളിഫയിങ് നേച്ചർ ആണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ പോസ്റ്റ് ലെവൽ അനുസരിച്ചുള്ള എക്സാമിലേക്ക് പോവാം. ഫസ്റ്റ് ടയർ 1-ന് കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ ആയിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് വരുന്നത്. ടയർ 1-ന് അത് ക്വാളിഫയിങ് നേച്ചർ ആണ്. അതിൽ പാസ്സായി കഴിഞ്ഞാൽ രണ്ടാമത്തെ ടയർ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അവിടെ പേപ്പർ 1 എന്ന് പറയുന്നത് കമ്പൽസറി ആണ്. അതായത് എന്ത് പോസ്റ്റ് അപ്ലൈ ചെയ്താലും ഫസ്റ്റ് പേപ്പർ എല്ലാവരും പാസ്സായിട്ടുണ്ടായിരിക്കണം. അത് കഴിഞ്ഞ് സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത് നമ്മൾ ചില സ്പെഷ്യൽ ആയിട്ട് കുറെ പോസ്റ്റുകൾ പറഞ്ഞല്ലോ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതിൽ ആ പറഞ്ഞിരിക്കുന്ന ആ ഒരു എന്താ പറയാ എലക്റ്റീവ് ഒരു സബ്ജക്ട് വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ചോദിക്കും. ആ പേപ്പർ 2 കൂടെ പാസ്സായാൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. പേപ്പർ 1 ടയർ 2-ന് അപ്പോഴും കമ്പൽസറി, പേപ്പർ 1 കമ്പൽസറി തന്നെയാണ്, എല്ലാവരും എഴുതണം. പേപ്പർ 2 നമ്മൾ എടുക്കുന്ന പോസ്റ്റിനനുസരിച്ചാണ് വ്യത്യാസം വരിക. അങ്ങനെ 2 സ്റ്റേജ് ആയിട്ടാണ് നമുക്ക് എക്സാം വരുന്നത്. അതില് ടയർ 1-ന്റെ ടെന്റേറ്റീവ് ഡേറ്റ് ആണ് ഓഗസ്റ്റ് ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ടയർ 2 പറഞ്ഞിരിക്കുന്നത് ഡിസംബറിലുമാണ്. ഇനി നമുക്ക് ടയർ 1-ന്റെയും 2-ന്റെയും സിലബസ് വൈസും കൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. സിലബസ് വരുമ്പോ ഇപ്പൊ ടയർ 1 ആണ് എക്സാം എങ്കിൽ അതിനകത്ത് വരുന്ന 4 സെക്ഷൻസാ വരിക. ടോട്ടൽ 1 അവർ ആണ് എക്സാം വരുന്നത്. ഓക്കെ, 1 അവർ എക്സാമിൽ മൊത്തത്തിൽ ഒരു ടൈം ആണ് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കിട്ടുക. നമ്മൾ അതിനകത്തുനിന്ന് കറക്റ്റ് ആയിട്ട് ടൈം മാനേജ് ചെയ്ത് വേണം ഓരോ സെക്ഷൻസും കവർ ചെയ്യാൻ. ഫസ്റ്റ് സെക്ഷൻ വരുന്നത് നമ്മുടെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് സെക്ഷൻ ആണ്. റീസണിങ്ങിനകത്ത് നമുക്ക് 25 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഡബിൾ ആണ് മാർക്ക് വരുന്നത് കേട്ടോ. 25 ക്വസ്റ്റിന് 50 മാർക്സ് ആണ് വരുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. സോ കറക്റ്റ് ആയിട്ട് നോക്കി വേണം ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട്. രണ്ടാമത്തെ സെക്ഷൻ വരുന്നത് ജനറൽ അവയർനെസ്, നമ്മുടെ സ്റ്റാറ്റിക് GK, പിന്നെ നമ്മൾ കുറെ സയൻസും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. പിന്നെ കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ സെക്ഷൻസും കവർ ചെയ്യുന്നതാണ് അവയർനെസ് വരുന്നത്. 25 ക്വസ്റ്റ്യൻ 50 മാർക്ക് തന്നെയാണ്. പിന്നെ ഉള്ളത് നമ്മുടെ മാത്സ് സെക്ഷൻ ആണ്. 25 ക്വസ്റ്റ്യൻസും അതും 50 മാർക്ക് തന്നെയാണ്. പിന്നെ വരുന്നത് നമ്മുടെ ഇംഗ്ലീഷ് സെക്ഷനും 25 ക്വസ്റ്റ്യൻ, അങ്ങനെ 50 മാർക്ക്. ഓക്കെ, അപ്പൊ ടോട്ടലി നമുക്ക് 100 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. 100 ക്വസ്റ്റ്യന് 200 മാർക്കാണ് ലാസ്റ്റ് ടോട്ടലി വരിക. 1 അവർ ആണ് നിങ്ങളുടെ സമയം. അപ്പൊ ഈ 1 അവർ എന്ന് പറയുമ്പോൾ ഒരുമിച്ച് ഒറ്റ സെക്ഷൻ ആയിട്ടാണ് ഈ ഒരു എക്സാം വരുന്നത്. സോ ടൈം നമ്മൾ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത് വേണം ഓരോ സെക്ഷനും യൂസ് ചെയ്ത് എടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. സ്പീഡും കാര്യങ്ങളും എല്ലാം പ്രശ്നമായിട്ട് വരും. അതുകൊണ്ട് സമയം എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ആ ഒരു ടൈം മാനേജ് ചെയ്ത് തന്നെ വേണം ഓരോ സെക്ഷൻസും കവർ ചെയ്ത് പോവാൻ. ഇനി ഇതുപോലെ നമ്മളിപ്പോ ടയർ 2-ന്റെ കേസ് എടുക്കുന്നുണ്ടെങ്കിൽ അവിടെയും സെയിം ഇതേ ടോപ്പിക്കുകൾ തന്നെയാ വരുന്നത്. പക്ഷെ മേ ബി ക്വസ്റ്റ്യനിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണും. കുറച്ചുകൂടി ഒന്ന് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ടയർ 2-ന് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ അതേ മോഡൽ തന്നെ ആയിരിക്കും. മേ ബി റീസണിങ് ഒക്കെയാണ് അങ്ങനെ കുറച്ച് ട്രിക്കി ആയിട്ട് സാധാരണ ടയർ 2-ന് ചോദിക്കാറ് പതിവ്. മാത്സും അതുപോലെ തന്നെ. ബാക്കിയുള്ളതെല്ലാം നമ്മൾ അല്ലാതെ പഠിക്കുന്ന ഇംഗ്ലീഷും ഈ പറഞ്ഞ ജനറൽ അവയർനെസ്സും എല്ലാം അവിടെയും വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് 2 പേപ്പർ ആയിട്ടാണ് എക്സാം വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. പേപ്പർ 1 എല്ലാവർക്കും കമ്പൽസറി ആണ്, എല്ലാവരും എഴുതിയിരിക്കണം. പേപ്പർ 2 നമ്മൾ എടുക്കുന്ന പോസ്റ്റിന് അനുസരിച്ചാണ് വ്യത്യാസം വരിക. അപ്പൊ ഈ പേപ്പർ 1-നകത്ത് നമുക്ക് 2 സെഷൻ വരുന്നുണ്ട്. ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് 2 മണിക്കൂർ 15 മിനിറ്റ് ആണ് കിട്ടുക. ഈ ഫസ്റ്റ് സെഷനകത്ത് നിങ്ങൾക്ക് ഒരു 2-3 സെക്ഷൻസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരിക. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്, അതായത് ആദ്യത്തെ സെഷനകത്ത് ഫസ്റ്റ് സെക്ഷൻ വരുന്നത് നമ്മുടെ മാത്സും അതുപോലെ റീസണിങ് സെക്ഷനുമാണ്. അതിലെ രണ്ടാമത്തെ സെക്ഷൻ വരുന്നത് ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും ആണ്.
മൂന്നാമത്തെ സെക്ഷൻ നമ്മുടെ കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ്. അങ്ങനെയാണ് നമ്മുടെ ഈ പറഞ്ഞ ഇതിനകത്ത് ഡിവിഷൻസ് വരിക. ഓക്കെ, ദെൻ ടൈം വരുന്നത് ഞാൻ മൊത്തത്തിലുള്ള സമയമാണ് പറഞ്ഞത്. സെഷൻ 1ന്റെ സമയം ടോട്ടലി ആണ് 2 hours 15 minutes വരിക. അതില് ഈ പറഞ്ഞ റീസണിങ്ങും മാത്സും ചെയ്യാൻ 1 മണിക്കൂർ ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. ദെൻ ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും ചെയ്യാൻ 1 മണിക്കൂർ. അങ്ങനെയാണ് 2 മണിക്കൂർ സെറ്റ് ചെയ്യുന്നത്. പിന്നെ കമ്പ്യൂട്ടർ ടെസ്റ്റിനാണ് ബാക്കിയുള്ള 15 minute വരിക. മാർക്കിലും വ്യത്യാസം വരും. നമ്മൾ നേരത്തെ 25 ക്വസ്റ്റ്യൻസിലാണല്ലോ പറഞ്ഞിരുന്നത്. ടയർ 2 ആകുമ്പോഴത്തേക്കും അതെല്ലാം 30 ക്വസ്റ്റ്യനിലോട്ട് മാറും. 3 times ആണ് നമുക്ക് മാർക്ക് വരുന്നത് കേട്ടോ. അതായത് 60 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 60 into 3 180 ആണ് ടോട്ടൽ മാർക്ക് വരിക. സെയിം ഇംഗ്ലീഷ് ആകുമ്പോഴും ക്വസ്റ്റിന്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. ഇംഗ്ലീഷ് നമുക്ക് 45 ക്വസ്റ്റ്യൻ, കോംപ്രിഹെൻഷനും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അങ്ങനെ ടോട്ടലി അവിടെ ഒരു 210 മാർക്ക് വരുന്നുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ ടെസ്റ്റ് ഉണ്ട്, 20 ക്വസ്റ്റ്യൻ ആണ്. അതിന് ടോട്ടലി 60 മാർക്കാണ് വരുന്നത്, 15 മിനിറ്റ്. അങ്ങനെയാണ് 2 hours 15 minutes അവിടെ ഡിവിഷൻ ആയിട്ട് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അതേ പേപ്പർ 1ൽ തന്നെ വരുന്ന രണ്ടാമത്തെ സെഷൻ ആണ് നമ്മുടെ സ്പീഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ്. ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റിന് നമുക്ക് 15 മിനിറ്റ് ആണ് അവർ അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ സ്ക്രൈബ് ആണെന്നുണ്ടെങ്കിൽ 20 minutes കിട്ടും, ഇല്ലാന്നുണ്ടെങ്കിൽ 15 minutes ആ വരുന്നത്. അതിൽ സെഷൻ 2. അപ്പൊ ഈ സെഷൻ 1ഉം ഈ പറഞ്ഞ സെഷൻ 2ഉം കൂടെ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കുമാണ് നമ്മുടെ ഫസ്റ്റ് പേപ്പർ കംപ്ലീറ്റ് ചെയ്യുക. ഫസ്റ്റ് പേപ്പർ ഞാൻ പറഞ്ഞു എല്ലാവർക്കും കമ്പൽസറി ആണ്, എല്ലാവരും കൃത്യമായിട്ട് എഴുതിയിരിക്കണം. സെക്കൻഡ് പേപ്പർ നമ്മൾ എടുക്കുന്ന പോസ്റ്റിനനുസരിച്ച്, നേരത്തെ ഞാൻ പറഞ്ഞു സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ആ ഒരു സെക്ഷൻ മാത്രമായിട്ട് നമുക്കൊരു 100 ക്വസ്റ്റ്യൻ 200 മാർക്കിനായിട്ട് വീണ്ടും ഒരു 2 മണിക്കൂർ എക്സാം കൂടി ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ എക്സാമിന്റെ ആ ഒരു കേസ് വരിക. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ വായിക്കാൻ പറ്റും. ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ മാത്രം ഇംഗ്ലീഷിൽ കിട്ടും. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ലാംഗ്വേജ് തിരഞ്ഞെടുക്കുന്നതിനനുസരിച്ച് തന്നെ ഇംഗ്ലീഷോ ഹിന്ദിയിലോ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇനി രണ്ടാമത് ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. അതില് നമ്മുടെ സെഷൻ 1ഉം അതുപോലെ സെക്ഷൻ 2 സെക്ഷൻ 3 പേപ്പർ 1ൽ വരുന്ന എല്ലാ കേസിനും നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത് 1 മാർക്കാണ് പോവുക കേട്ടോ. നെഗറ്റീവ് മാർക്കിംഗ് ഓഫ് 1 മാർക്ക് ഫോർ ഈച്ച് റോങ് ആൻസർ ഇൻ സെക്ഷൻ 1, 2, 3. അതായത് ഫസ്റ്റ് പേപ്പറിൽ 1 മാർക്കാണ് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് പോകുന്നത്. അതുപോലെ സെക്കൻഡ് പേപ്പറിലാണെന്നുണ്ടെങ്കിൽ 1/2 മാർക്കാണ് നെഗറ്റീവ് മാർക്കിലും പോവാം. ഓക്കെ, അപ്പൊ ഈ നെഗറ്റീവ് മാർക്കിംഗ് വരുമ്പോൾ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ അതിന്റെ മാർക്ക് നമുക്ക് നഷ്ടമാവും. കൂടെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് വച്ചിരിക്കുന്നത് ഇത് നമുക്ക് മാർക്ക് പോകും. അതുകൊണ്ട് മാക്സിമം നെഗറ്റീവ് വരുത്താതെ വേണം ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി ഇതിന്റെ സിലബസ് നിങ്ങൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ, അതായത് ഓരോ ടോപ്പിക് വൈസ് നിങ്ങൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞു ഫസ്റ്റ് നമുക്ക് വരുന്നത് ഇവിടെ മാത്സ് സെക്ഷൻ ആണ്. മാത്സ് സെക്ഷനകത്ത് നിങ്ങൾ സാധാരണയായിട്ട് പഠിച്ചു വരുന്ന കുറെ സെക്ഷൻ പ്ലസ് എക്സ്ട്രാ കുറച്ച് പുതിയതായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെയാണ് അവിടെ വരുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് വരുന്നുണ്ട്, ടൈം ആൻഡ് വർക്ക് വരുന്നുണ്ട്, സിംപ്ലിഫിക്കേഷൻ ഉണ്ട്, അതിന്റെ കൂടെ തന്നെ ഇൻഇക്വാളിറ്റീസ് വരുന്നുണ്ട്. ആ രീതിയിലുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് വരിക. റീസണിങ് സെക്ഷൻ ആകുമ്പോഴത്തേക്കും കുറച്ച് ലോജിക്കലി കണക്ട് ചെയ്യേണ്ടുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ടോപ്പിക്സും ഒക്കെയാണ് അതിനകത്ത് വരുന്നത്. എളുപ്പമാണ് റീസണിങ് കമ്പയർഡ് ടു ബാക്കി എക്സാംസ് നോക്കിയാൽ. നമ്മുടെ SSCക്ക് വരുന്ന ടോപ്പിക്സ് കുറച്ച് ഈസിയാണ്, പക്ഷേ ലോജിക്കാണ് കംപ്ലീറ്റ്ലി വരുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് അത് നോക്കിയാൽ മാത്രമേ ആൻസേഴ്സ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ദെൻ ഇംഗ്ലീഷ് ആകുമ്പോഴത്തേക്കും അതിനകത്ത് ഇഡിയംസ് വരുന്നുണ്ട്, ആന്റണിംസ് ഉണ്ട്, സിനോണിംസ് ഉണ്ട്, കുറച്ച് ഗ്രാമർ റിലേറ്റഡ് ആണ് കുറെ കാര്യങ്ങൾ അത് ബേസ് ചെയ്തിട്ട്. ക്ലോസ് ടെസ്റ്റ്, പാരഗ്രാഫ് റീഡിംഗ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അങ്ങനെ പറഞ്ഞിട്ട് കുറെ സെഷൻസ് ഇംഗ്ലീഷിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. ദെൻ GK സെഷൻ വരുമ്പോഴത്തേക്കും നമ്മുടെ കറണ്ട് അഫയേഴ്സും സയൻസും GK ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, സ്റ്റാറ്റിക് GK ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിന്റെ കൂടെ നിങ്ങൾ സയൻസ് പഠിക്കേണ്ടി വരും, ജോഗ്രഫി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ്, ഡെയിലി ഉള്ള ന്യൂസ് പേപ്പർ റീഡിംഗ് ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പത്രം വായിക്കുക, ഡെയിലി ഉള്ള ന്യൂസ് കവർ ചെയ്ത് പോവാ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കി പഠിച്ചു വെക്കുക. കറണ്ട് അഫയേഴ്സിൽ നിന്നെല്ലാം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. GK കവർ ചെയ്ത് അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. ഇതാണ് നമ്മുടെ 4 കേസ് വരുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ സിലബസ് വൈസ് ആയിട്ടായിരിക്കും, ഓരോ ടോപ്പിക് വൈസ് ആയിട്ടായിരിക്കും ഓരോ സിലബസിൽ നിന്ന് കാര്യങ്ങൾ വരും. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു, ആകെ നമ്മുടെ മുമ്പിലുള്ളത് 2 മാസമാണ്. ആ 2 മാസത്തിൽ വേണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്ത് എക്സാമിന് സെറ്റ് ആയിട്ടിരിക്കാൻ. ഓക്കെ, അപ്പൊ അതിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വേണം. ഓക്കെ, എങ്ങനെയാണ് പഠിക്കുന്നത്, എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കുക, എത്ര മാർക്ക് വീതമാണ് ഓരോ സെക്ഷനിൽ നിന്ന്, എത്ര ക്വസ്റ്റ്യൻ വീതമാണ് വരുന്നത്, അതിന് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന സമയം ഒക്കെയാണ്, സിലബസ് എങ്ങനെയാണ് വരുന്നതെന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക. അതിനനുസരിച്ച് എഫക്റ്റീവ് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതായത് ഇത്ര ദിവസമേ നമ്മുടെ കയ്യിലുള്ളൂ, അതിൽ നമുക്ക് ടോപ്പിക്സ് റിവൈസ് ചെയ്യാൻ കുറച്ച് ദിവസം,
മോക്ക് എക്സാംസ് എഴുതി നോക്കേണ്ടി വരും, പ്രാക്ടീസ് ചെയ്യേണ്ടി വരും, അതിനെല്ലാം കറക്റ്റ് ആയിട്ട് കൂടെ കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടി വരും. അപ്പൊ അതിനെല്ലാം കറക്റ്റ് ആയിട്ട് ഒരു ടൈം മാനേജ്മെന്റ് നിങ്ങൾ എന്നെ സെറ്റ് ചെയ്ത് വേണം പഠിത്തം തുടങ്ങാൻ. ഓൾറെഡി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കാണും. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ ശേഷം അപ്ലൈ ചെയ്യുന്ന പഠിക്കാനായിട്ട് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഉടനെ തന്നെ കാര്യങ്ങൾ നോക്കി അതിനുള്ള സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് തുടങ്ങണം. കാര്യം നമുക്ക് ടൈം വളരെ കുറവാണ്. ടയർ 1 ഒരുപാട് സമയമൊന്നുമില്ല. ആകെ ഈ പറഞ്ഞ 2 മാസം മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ നിങ്ങൾ എല്ലാം ഒന്ന് നോക്കി വന്നാൽ മാത്രമേ നമുക്ക് എക്സാം അതിനനുസരിച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ വരുന്നത് സബ്ജക്ട് വൈസ് പ്രിപ്പറേഷൻ, അതായത് റീസണിങ് സൈഡ് ആകുമ്പോൾ റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം, മാത്സ് പ്രിപ്പയർ ചെയ്യണം, ഈ പറഞ്ഞ പോലെ GK ഒരു സൈഡിൽ നിന്ന് കൊണ്ടുപോകണം, ഇംഗ്ലീഷ് അതിനനുസരിച്ച് നോക്കണം. അപ്പൊ ഓരോ സബ്ജക്ട് വൈസ് ആയിട്ട് എല്ലാ സെക്ഷനിൽ നിന്നും അത്യാവശ്യം നല്ല സ്കോർ ഉണ്ടെങ്കിലേ നമുക്ക് ലാസ്റ്റ് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഓരോ സബ്ജക്റ്റും കറക്റ്റ് ആയിട്ട് കീപ്പപ്പ് ചെയ്ത് അതിന്റെ കാര്യങ്ങൾ നോക്കി വേണം നമ്മൾ അതൊന്ന് ചെയ്ത് പോവാൻ. ഓക്കെ, അപ്പൊ സബ്ജക്ട് വൈസ് പ്രിപ്പറേഷൻ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം, ഇതെല്ലാം നമുക്ക് ഒരു സൈഡേ വരുന്നുള്ളൂ. മെയിൻ ആയിട്ട് വരുന്ന രണ്ടാമത്തെ സൈഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള വർക്കാണ്, അതായത് പ്രാക്ടീസ് സെഷൻ ആണ്. മോക്ക് എക്സാംസ് എഴുതി നോക്കണം, എന്നാലേ എക്സാമിന് ചെന്നിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു എക്സാം പേടി വരുമല്ലോ. അതില്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ അതിനനുസരിച്ചുള്ള ഏതാണോ നമ്മുടെ എക്സാം മോഡൽ വരുന്നത് അതിനുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്ത് പഠിക്കണം. മോക്കായിട്ട് തന്നെ എഴുതി നോക്കുക. ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് അതേ മോഡൽസ് വേണമെങ്കിൽ ചോദിക്കാം. സോ അതുകൊണ്ട് പഴയ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഏതൊക്കെ ടൈപ്പാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നും എങ്ങനെയൊക്കെയാ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്നും നേരത്തെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം കിട്ടും, അതെല്ലാം എടുത്ത് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ആണ് മെയിൻ. പ്രാക്ടീസ് ഇല്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല. നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് നമ്മുടെ CGL എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്യേണ്ടത് ഓരോ ടോപ്പിക് ആയിട്ട് റിവൈസ് ചെയ്യുക, ദെൻ മോക്ക് എക്സാംസ് എഴുതുക, ഡൗട്ട് ഉള്ള കാര്യങ്ങൾ തന്നെ വീണ്ടും എടുത്ത് പഠിക്കുക. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളും ഒന്നുകൂടെ ചെയ്ത് ഒന്നുകൂടി അതിനെ ഒന്ന് റിവൈസ് ചെയ്ത് സ്പീഡും കാര്യങ്ങളും എല്ലാം ഓക്കെ ആക്കി റെഡി ആക്കി എടുക്കുക. കറക്റ്റ് ആയിട്ട് ടൈം മാനേജ്മെന്റ് നോക്കി വെക്കുക. കാര്യം 1 അവർ ടോട്ടലി ആ തരുന്നതെന്ന് പറഞ്ഞു ടയർ 1 കറക്റ്റ് ആയിട്ട് ഓരോ സെക്ഷൻ എത്ര സമയം വീതം ഡിവൈഡ് ചെയ്താൽ ഓക്കെ ആയിരിക്കും, എങ്ങനെ നമുക്ക് ആ ഒരു ഡിവിഷൻ ചെയ്യാം, അതിനനുസരിച്ചുള്ള ടൈം മാനേജ്മെന്റ് നോക്കണം. ഇതെല്ലാം നോക്കി കണ്ടും വേണം പഠിക്കാൻ. ഓക്കെ, സ്റ്റാർട്ടിങ്ങിലെ അതിനനുസരിച്ച് പ്രിപ്പറേഷൻസ് ചെയ്താൽ നിങ്ങൾക്ക് വലിയ ഇഷ്യൂസ് വരില്ല. ഏകദേശം നമുക്ക് ആ എക്സാം ടൈം ആവുമ്പോഴത്തേക്ക് നിങ്ങൾ കറക്റ്റ് എക്സാം എഴുതാനായിട്ട് സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആണ് ഇതിനകത്ത് വരിക. പിന്നെ കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോവാ. 2 സെക്ഷനും കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ടയർ 1 ടയർ 2 കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. പത്രം വായിക്കുക, അത് തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഓരോ ദിവസത്തെയും ന്യൂസ് കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്ത് പോവാ. അത് നോട്ട്സ് എഴുതുന്നവരാണെങ്കിൽ നോട്ട്സ് എഴുതി വെച്ച് പഠിക്കുക, ഇല്ല വായിച്ച് പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അത് കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് പോവാ. എന്നിട്ട് അതിനനുസരിച്ചൊരു ഈ പറഞ്ഞ മാതിരി തന്നെ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് അതിനനുസരിച്ച് പോവാ. ഓക്കെ, നമ്മുടെ പച്ചവെള്ളത്തിനകത്ത് പുതിയ ഒരു ഈ പ്രത്യേകിച്ച് നമ്മുടെ CGL വേണ്ടി മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ മൺഡേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കും ക്ലാസ്സസ് പോവാ. നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും, റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും, അതിന്റെ മോക്ക് ടെസ്റ്റുകൾ കാണും, വീക്ക്ലി എക്സാംസ് നടത്തുന്നുണ്ട്, ഓരോ സെക്ഷൻ വൈസ് ഉള്ള എക്സാംസ് കാണും. എല്ലാം കറക്റ്റ് ആയിട്ട് അതിൽ കീപ്പപ്പ് ചെയ്ത് പോകും. അപ്പൊ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം കോഴ്സിൽ ജോയിൻ ചെയ്യുക. കറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നിങ്ങൾ ആ ഒരു എക്സാമിലേക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ CGL കാര്യങ്ങൾ വരുന്നത്. നോട്ടിഫിക്കേഷൻ നോക്കി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, ശരി, താങ്ക്